ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മളുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന പ്ലെയിൻ ഷോളുകൾ നമ്മൾ കുറേ കാലം ഉപയോഗിച്ചാൽ നമുക്കൊരു മടുപ്പായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് പുതുതായിട്ടൊന്ന് റീമേക്ക് ചെയ്തെടുക്കാനുള്ള കുറച്ച് ഐഡിയാസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 3 ഷോളുകളാണ്. ഈ ഫസ്റ്റ് 2 ഷോളും നമ്മൾ ഹിജാബിന് യൂസ് ചെയ്യുന്ന ഷോളാണ്. ഈ ഷോൾ കുറച്ച് വലുതാണ്. ഈ ബ്ലാക്ക് വന്നിട്ട് കുറച്ച് വലിയ ഷോളാണ്. നമ്മൾ ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന ഷോളാണ്. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു പുതിയ രീതിയിൽ മാറ്റിയെടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന് ഡിസൈൻ ഞാൻ കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഫസ്റ്റായിട്ട് ഈ ഷോളിലാണ് ഡിസൈൻ കൊടുക്കുന്നത്. കുറച്ച് ലെങ്ത് ഉള്ള ഷോളെന്ന് പറഞ്ഞില്ലേ, അതിനായിട്ട് ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് വേണം. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3 ഇഞ്ചസ് ആണ്, വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചസ് ആണ്. ഇതേ ലെങ്ത് ഉള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലത്തെ കമ്പിളി നൂല് എന്ന് പറയില്ലേ, ആ നൂല് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യാണ്. ഞാൻ കുറേ നേരം നോക്കി മഴ പോകുമെന്ന്, അതിനാകെ ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതൊന്നും എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്കിതുപോലെ ഈ നൂലൊന്ന് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. ഞാനൊരു 20 തവണയാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാതും 20 തവണയായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഇത് പല വലുപ്പമായി പോവും. അപ്പോൾ ഞാനൊരു 20 തവണ ഇതുപോലെ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ബാക്കി വന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് ഈ നൂല് അതിൽ നിന്ന് മെല്ലെ ഒന്ന് എടുത്ത് മാറ്റി എടുക്കാം. അപ്പോൾ അതാ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തായിട്ടൊരു കെട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് നീളത്തിലുള്ള ഒരു നൂല് ഇതുപോലെ അതിന്മേൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ റോൾ ചെയ്ത നൂല് അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഏകദേശം അറ്റത്ത് ഇതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കെട്ട് നമുക്ക് കൊടുക്കാം. നല്ല സെക്യൂർ ആയിട്ട് 2 തവണയൊക്കെ കെട്ടണം. അതുപോലെ ഒരു കെട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 തവണ കെട്ടി. എന്നിട്ട് നമുക്ക് ആ ബാക്കി വന്ന നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ മുക്കാൽ ഭാഗത്ത് വന്നിട്ടുള്ള ആ നൂല് നമുക്കിതുപോലെ സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഒരു ടാസിൽ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടി. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം ഒരു 22 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അടുപ്പിച്ചാണ് ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര അടുപ്പിച്ച് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഇഷ്ടത്തിന് അങ്ങനെ കൊടുക്കാം. കുറച്ചും കൂടി അടുപ്പിച്ച് കൊടുക്കുമ്പോൾ അത്രയും ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ഷോളിന് ബ്ലാക്ക് ടാസിൽ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇതിന് ഞാൻ ബ്ലാക്ക് തന്നെ കൊടുക്കാൻ കാരണം നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാക്ക് ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും അത് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇതിൻ്റെ അറ്റത്ത് വേറെ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സിലേക്ക് മാത്രമേ ഈ ഷോൾ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ വെച്ച് കൊടുത്തത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു ടാപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഈ ടാസിൽ വെച്ച് കൊടുക്കുന്നത് ഒന്ന് അടയാളപ്പെടുത്തണം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് നമുക്ക് ഇഞ്ചസ് എൻ്റെ വിഡ്ത്തൊക്കെ ഞാൻ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി മാറ്റി വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടാസൽസൊക്കെ നമുക്ക് ഇതിലായിട്ട് ഫിറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സൂചിയും നൂലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലൂടെ സൂചി മെല്ലെ ഒന്ന് കയറ്റി വലിച്ചു കൊടുക്കാം. കെട്ടുള്ളത് കൊണ്ട് തന്നെ അത് സെക്യൂറായി അവിടെ നിൽക്കും. എന്നിട്ട് നമുക്ക് ഈ അറ്റത്ത് കാണുന്ന ഈ 2 ഹോളിലൂടെ സൂചി ഇട്ടിട്ട് ഇതുപോലെ 2 പ്രാവശ്യം അതിനെ ഒന്ന് വലിച്ചു മുറുക്കിയെടുക്കാം. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് പെട്ടെന്നുണ്ട് ഇത് തുന്നിയെടുക്കാനായിട്ട്.
അപ്പം ഞാൻ തുന്നിയെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരാം. അത് ഇതുപോലെ ഈ ലൈനിലോട് ചാരി വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഓരോ സൂചിയായിട്ട് എടുത്തിട്ട് ഒരു 3-4 തവണ ഒന്ന് തുന്നി സെക്യൂറാക്കി വെക്കണം. മനസ്സിലാവുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാ ഇതുപോലെ നമുക്ക് തുന്നിയെടുക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ കാപ്പി കളർ നൂലെടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ സെയിം കളർ നൂല് തന്നെ എടുക്കാനായിട്ട് നോക്കണം. ബ്ലാക്ക് എടുത്താൽ അധികം വ്യക്തമാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കളറ് നൂല് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിരുന്നത്. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ ഈ നൂലിനെ എടുത്തതിന് ശേഷം അവിടെ വെച്ച് ഇതിനൊരു ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാതും ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാതും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ? ഈ ഷോളിനൊരു വെറൈറ്റി ലുക്കും തോന്നിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഷോള് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സാധാരണ നമ്മൾ ഹിജാബിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഷോളാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് നൂലിൻ്റെയോ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് വെക്കാം. ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. ശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. മനസ്സിലായോ? ഇതുപോലെ 3 പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 13 ഇഞ്ചിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. 11 മുതൽ 13 ഇഞ്ച് വരെ നമുക്ക് ലെങ്ത് ആയിട്ട് ഉപയോഗിക്കാം, അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അപ്പം ഞാനൊരു 13 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഓരോ ഇഞ്ച് ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 2 സൈഡിലും നമുക്ക് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ 2 സൈഡിലും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒരു 1/4 ഭാഗം റൗണ്ട് ഷേപ്പാക്കി വരച്ചിട്ടെടുക്കണം. മനസ്സിലായോ? നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു 1/4 ഭാഗം റൗണ്ട് ഷേപ്പാക്കി എടുത്താൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ 1/4 ഭാഗമായിട്ട് വരച്ചിട്ടെടുക്കാൻ പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് വരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ഞാൻ വരച്ചിട്ടെടുത്തു. ഇനി ഞാനിത് കട്ട് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈൻ ഇട്ട് കൊടുത്തില്ലേ, അവിടെ വെച്ച് നമ്മുടെ കട്ടിങ് അവസാനിപ്പിക്കണം. അങ്ങനെ ഓരോ റൗണ്ടുകളും നമ്മൾ 1/4 ഭാഗമാക്കി റൗണ്ട് ചെയ്ത് അവിടെ 1/4 ഭാഗമാക്കുമ്പോൾ നമ്മളുടെ കത്രിക നിർത്തണം. എന്താ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വരിക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കത്രിക വിടുക. അവിടം വരെ നമുക്ക് മതി. ഇല്ലെങ്കിൽ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോളാക്കി എടുക്കും. അപ്പോൾ എനിക്കത്ര ഭംഗി തോന്നിയില്ല. ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1/4 ഭാഗമാക്കി നിർത്തുക. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ? ഞാൻ അപ്പോൾ 2 സൈഡും എല്ലാതും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിടർത്തി വെച്ച് നോക്കാം ഇതിൻ്റെ മോഡൽ എങ്ങനെയായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. കണ്ടില്ലേ? നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഷോളിൻ്റെ ഒരു സൈഡാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ഇട്ടിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന്. നെക്സ്റ്റ് നമ്മൾ 3ാമത്തെ ഷോളാണ് എടുക്കുന്നത്. അതിന് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു കമ്പിളി നൂല് എടുക്കുന്നുണ്ട്, ഒരു കത്രിക, ഒരു വലിയ സൂചി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. കുറച്ച് വീതിയുള്ള ടൈപ്പ് കാർഡ്ബോർഡ് പീസ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ നൂലിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് കട്ടിയിലായിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അത്രയ്ക്ക് കട്ടിയിലായിരിക്കണം. ഞാൻ ഏകദേശം ഒരു 80 തവണ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നീളത്തിലുള്ള ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ മീതെയായിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ച നൂല് നമുക്ക് വെച്ചുകൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊരു കെട്ട് വെച്ച് കൊടുക്കണം. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെച്ച് നല്ല സെക്യൂറാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ 2 ഹോളായിട്ട് കിട്ടും. ആ 2 ഹോളിൻ്റെ ഉള്ളിലായിട്ട് കത്രിക കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. കൂടിയതും കുറഞ്ഞതൊക്കെ ഒന്ന് ലെവലാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് നമ്മളുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ആകുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നീറ്റായിട്ട് നമുക്കൊരു ബോൾ കിട്ടും. ഇതുപോലത്തെ 4 ബോളാണ് നമുക്ക് ഈ ഷോളിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 4 ബോൾ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു നൂല് ഈ സൂചിയുടെ ഉള്ളിലേക്ക് കയറ്റി അടിയിലൊരു കെട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ബോളിൻ്റെ ഉള്ളിലൂടെ ഈ സൂചിയെ ഒന്ന് വലിച്ച് കയറ്റി ഒന്ന് സെക്യൂറാക്കി വെക്കാം. കെട്ടിടാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ അത് സൈഡിലൂടെ പോരും. ഇനി നമുക്കിത് ഷോളിൽ എങ്ങനെ അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം. നിങ്ങൾക്ക് ഷോൾ മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ മടക്കി തയ്ക്കണില്ല. ഇനി ഷോളിൻ്റെ അടിഭാഗത്തിലൂടെ നമുക്ക് ഈ സൂചി ഒന്ന് കയറ്റി വലിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് എത്രയാണോ നീളം ഇതിന് ആവശ്യമായിട്ടുള്ളത് അത്ര നീളത്തിൽ നമ്മൾ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതിനെ ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ ഒന്നും കൂടി ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന നൂല് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ശേഷം അതിനെ ഒന്ന് കെട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതുപോലെ 4 സൈഡിലും നമ്മൾ കൊടുക്കാം. അപ്പം ഞാനിതാ 4 സൈഡിലും ഈ ബോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇട്ടിട്ട് കാണാം ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. നെക്സ്റ്റ് ഞാൻ ഇതിന് കുറച്ച് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതും പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്ലോത്തിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു മാരേജ് ഫംഗ്ഷന് ഡ്രസ് കോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സായിരുന്നു അത്. ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഷോള് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഡ്രസ്സിന് താഴത്ത് കൊടുത്തുന്ന നെറ്റിൻ്റെ പീസും അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ പീസും ഞൊറിയായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷോളിന് ഇതേപോലെ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇനി ഞാനിതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ഷോളിന് ഡിസൈനൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷോളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു പുതുപുത്തൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.